നമസ്കാരം, ഞാൻ ഡോക്ടർ മുജീബ്, ഗൈനക്കോളജിസ്റ്റ് ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ അൽമാസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് സമൂഹത്തിൽ നല്ലൊരു ശതമാനം ദമ്പതികളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വന്ധ്യത എന്നുള്ളത്. ഏകദേശം 15% ദമ്പതിമാർ ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. വന്ധ്യത എന്ന് വെച്ചാൽ പൊതുവെ എല്ലാവർക്കും അറിയാം, ഒരു വർഷം ഒന്നിച്ച് ജീവിച്ചിട്ടും മറ്റുള്ള കോൺട്രസെപ്റ്റീവ്സ് മെത്തേഡ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ സാധാരണ ജീവിതം നയിച്ചിട്ടും അതിനകത്ത് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരു ബുദ്ധിമുട്ടാണ് സാധാരണ വന്ധ്യത എന്ന് പറയുന്നത്. സാധാരണ ഏജ് കൂടുമ്പോൾ ഒരു 30 വയസ്സ് 35 വയസ്സിന് മേലെ പോകുമ്പോഴത് ശേഷം 6 മാസം വരെ ഒന്നിച്ച് കഴിഞ്ഞിട്ട് ആയിട്ടില്ലെങ്കിൽ അതിന് വന്ധ്യത എന്ന് പറയും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം പുരുഷന്മാരിലും സ്ത്രീകളിലും അതേപോലെ തന്നെ ഏകദേശം 30% പുരുഷന്മാരാണെങ്കിൽ ഏകദേശം 40% സ്ത്രീകളിലും മറ്റുള്ള റീസൺ അറിയാത്ത പല കാരണങ്ങളായിട്ട് 10%, 10-20% അങ്ങനത്തെയും പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും വന്ധ്യതയ്ക്കുള്ള ചികിത്സകൾ അധിക ഹോസ്പിറ്റലുകളിലും ചികിത്സാ സൗകര്യം ലഭിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വന്ധ്യതയുടെ പല കാരണങ്ങളുമുണ്ട്. പക്ഷേ ഇന്ന് സമൂഹത്തിൽ കുട്ടികളില്ലാത്ത പലരും മാനസികപരമായിട്ടും പിന്നെ സോഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ ധാരാളം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ പൊതുവെ കാണുന്നൊരു കാര്യം, കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഹസ്ബൻഡ് വിദേശത്തായിരിക്കും ജോലി, വിദേശത്തോട്ട് പോവും. എന്നിട്ടൊരു 10 മാസം കഴിഞ്ഞിട്ട് വീണ്ടും 2 മാസത്തെ ലീവിന് വരും. 1 മാസം നാട്ടിൽ എൻജോയ് ചെയ്ത് 2ാമത്തെ മാസം ഡോക്ടറെ കാണിക്കും. സാറേ ഒന്നും ആയിട്ടില്ല എന്ന് പറയും. ഈ ഒന്നും ആയിട്ടില്ല എന്ന് ഇവർ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. ഈ കപ്പിൾസ് ഇവർ ചോദിക്കാനുള്ള കാര്യം കൂടുതലും ഞാൻ അന്വേഷിച്ചത്, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവർ മറ്റുള്ള റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ വൈഫ് ഹൗസിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവരോട് ചോദിക്കുന്നതാണ് എന്തേ ഒന്നും ആയില്ലേ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ വന്ധ്യതൻ്റെ ആ ഡെഫിനിഷനിൽ പോലും അവരെത്തിയിട്ടുണ്ട്. അവർ കല്യാണം കഴിഞ്ഞ് ആകെ ജീവിച്ചിട്ടുണ്ട് അവർ 3 മാസമായിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും അവർക്ക് മറ്റുള്ള സോഷ്യൽ സമൂഹത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ട് പലരും ഇന്ന് ഈ വന്ധ്യത ഭയമായിട്ട് അവർ ഡോക്ടറെ ചികിത്സിക്കാൻ ഡോക്ടറെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അത് മാറ്റി നിർത്തി കൂടുതലും സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ്, സ്ത്രീകൾക്കാണ് കൂടുതലും ഇത് കംപ്ലൈൻ്റായിട്ട് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ഭാര്യയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ന് സാധാരണയായിട്ട് കാണുന്ന മാസമുറ തെറ്റുന്നൊരു പ്രശ്നമാണുള്ളത്. കൂടുതലും സ്ത്രീകളിൽ നിന്ന് കാണുന്നത് പോളിസിസ്റ്റിക് ഓവറി എന്ന ഒരു ഡിസോർഡറാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ അറിയാം, അതായത് മറ്റുള്ള സ്ത്രീകൾക്ക് അറിയാമെന്ന് ഇവളെ മെൻസസ് പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇന്ന് അത് ഈ മാസമുറ തെറ്റിയത് കൊണ്ടാണ് കുട്ടികളുണ്ടാവാത്തത് എന്നുള്ള ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു സംഗതി കൂടുതൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതേപോലെ ആണുങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ അവരുടെ സൈഡ് സേഫാക്കി വെക്കുന്നൊരു സ്വഭാവമുണ്ട്. ഇപ്പോൾ പലർക്കും അവരുടെ ബീജത്തിൻ്റെ അളവ് കുറവും അതേപോലെ അതിൻ്റെ മോട്ടിലിറ്റി, ചലനശക്തി, അതിൻ്റെ ഘടന വളരെ മോശമായിട്ടുള്ള സ്പേമൊക്കെ കാണാം. എന്നാൽ അവരുടെ ആ ഭാഗം ഹൈഡ് ചെയ്ത് സ്ത്രീകളിൽ ഇങ്ങനത്തെ PCOD പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് അവിടെയാണ് പ്രശ്നം എന്നുള്ള ഒരു അവരുടെ മേലോട്ട് പഴിചാരുന്ന ഒരു സ്വഭാവം ചുരുക്കം ചില ആണുങ്ങൾ ഇതിലും കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വന്ധ്യതയ്ക്ക് പ്രത്യേകിച്ച് വിദേശത്ത് പോകുന്ന ആൾക്കാർ അവർ ഒന്നിൽ വൈഫിനെ കൂടെ കൂട്ടാം, അല്ലെങ്കിൽ മിനിമം ഒരു 6 മാസമൊക്കെ നിന്നിട്ടൊന്നും ആവുന്നില്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് വന്ധ്യത ഉണ്ടോ ഇല്ലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളടുത്തുള്ള ഡോക്ടറെ കണ്ടിട്ട് മനസ്സിലാക്കേണ്ടതാണ്. പൊതുവെ മറ്റുള്ള സമൂഹത്തിലെ ആൾക്കാരോട് പറയാനുള്ളതും ഇത് തന്നെയാണ്. നിങ്ങളുടെ റിലേറ്റീവ്സോ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് കുട്ടികളായിട്ടില്ലെങ്കിൽ അവരോട് വെറുതെ ഇങ്ങനെ കുത്തി ചോദിക്കേണ്ട, എന്തായാലും ഒന്നും ആയില്ലേ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇതുണ്ടോ എന്നുള്ള. കാരണം അത് മാനസികമായിട്ട് ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഇന്നിവിടെ പറയാൻ കാരണം കൂടുതലും ഞാൻ OPയിൽ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രശ്നങ്ങൾ അവർ ആ കപ്പിൾസ് അതിനെ ചികിത്സിക്കാൻ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ റെഡി ആണെങ്കിലും അവർക്ക് അതിലപ്പുറം ഒന്ന് സൈക്കോളജിക്കൽ അവർക്ക് കൗൺസിലിങ്ങിൻ്റെ ആവശ്യം വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്. കാരണം ഇതാണ് പ്രശ്നം, സമൂഹത്തിൽ നിന്നുള്ള ഒരു ചോദ്യം അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഉള്ളത് സ്വന്തമായിട്ട് ഇപ്പോൾ ഒട്ടും കുട്ടികളില്ലാത്തവർക്ക് തന്നെ
കുറേ കാലമായിട്ട് ഇപ്പോൾ ഒരു 8-10 വർഷമായിട്ടൊക്കെ കുട്ടികളില്ലാത്തവർക്ക് സ്വന്തമായിട്ട് ജീവിതത്തോടെ തന്നെ ഇനിയിപ്പോൾ എന്താ എന്നുള്ള ഒരു ചോദ്യം അവരെന്നെ ചോദിച്ച് അവർ സമൂഹത്തിൽ നിന്ന് ഒരു കോണിലേക്ക് മാറാൻ അവർ ശ്രമിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് വീടും വെച്ച് അതിനകത്ത് മാത്രം മറ്റുള്ള കാര്യങ്ങളിലൊന്നും എൻഗേജ് ആവാതെ. പക്ഷേ അതിലും ഒട്ടുമിക്ക ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യതയ്ക്കും ചികിത്സ ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമാണ്, എല്ലായിടത്തും അവൈലബിളാണ്. IVF പോലുള്ള ICSI പോലുള്ള നൂതന മാർഗ്ഗങ്ങൾ ഇന്ന് ഇപ്പോൾ ഈവൻ കോട്ടകൽ അൽമാസ് ഹോസ്പിറ്റലാണെങ്കിലും എല്ലായിടത്തും ചികിത്സ ലഭ്യമാണ്. സോ അതിനൊന്നും പോവാതെ ഇത് ഇങ്ങനെ തന്നെ അവർ ഇന്ന ആൾ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു ഇതിന് ചികിത്സ ഒന്നുമില്ല എന്നുള്ള ചികിത്സ പ്രതിവിധി ആലോചിക്കാതെ ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, എന്നിട്ട് ലാസ്റ്റ് ഒരു 35 ഇയേഴ്സ് കഴിഞ്ഞിട്ട് 35 അല്ലെങ്കിൽ 40 വയസ്സാകുമ്പോൾ പിന്നെ ഒരു ബോധോദയം ഉണ്ടായിട്ട് ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന പല ആൾക്കാരുമുണ്ട്. അല്ലെങ്കിൽ നേരത്തെ IVF കപ്പിൾസ് അവർ മാനസികമായിട്ട് റെഡി ആയിരിക്കും, ദമ്പതിമാർ റെഡി ആയിരിക്കും അവർ IVF അല്ലെങ്കിൽ ICSI എന്ത് ചെയ്യണം എന്നുള്ള. പക്ഷേ കുടുംബത്തിൽ നിന്ന് അവരെ നിരുത്സാഹപ്പെടുത്തുന്ന പല ഘടകങ്ങളുണ്ട്. മറ്റുള്ളവർ പറയുന്നൊരു വേർഡ് പൊതുവെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവരിൽ നിന്ന് പറയുന്നത് അത് മറ്റുള്ളവരുടെ അണ്ടം വെക്കും, മറ്റുള്ളവരുടെ ബീജം വെക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹോസ്പിറ്റലിൽ മറ്റുള്ളവരുടെ ഡോണർ പ്രോഗ്രാം ഒട്ടുമില്ല. പക്ഷേ എന്നിട്ടും ചില ആൾക്കാർ ഈ IVFൽ സക്സസ് റേറ്റ് വളരെ കൂടുതലുള്ള ആൾക്കാർ വരെ ഇന്നും ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഈ വന്ധ്യതയുടെ ഈ പ്രശ്നങ്ങളുമായിട്ട് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ പ്രശ്നമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. പൊതുവേ മറ്റുള്ളവരുടെ സമൂഹത്തിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ സ്വന്തമായിട്ടെടുത്ത ചില തീരുമാനങ്ങളും ചില ആൾക്കാരുതിൽ മക്കളില്ലാത്തൊരവസ്ഥ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തുകൊണ്ട് വന്ധ്യത ഉണ്ടാകുന്നു, അതിൻ്റെ പുതിയ ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അടുത്ത എപ്പിസോഡുകളിൽ പറയാം. നമസ്കാരം.